എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കമ്പനി ബോർഡ് LGS അല്ലെ, ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അടിപൊളി നോട്ടിഫിക്കേഷൻ ആണ്. നമുക്ക് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് അഥവാ കമ്പനീസ് കോർപ്പറേഷനിലേക്ക് LGS അഥവാ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് PSC ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പോവാണ്, PSC അതിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ തീരുമാനമെടുത്തു എന്നുള്ളതാണല്ലേ. അപ്പൊ ഒക്ടോബർ 30-നാണ് എന്ത് ചെയ്യുന്നത്, ഒഫീഷ്യലി ഒരു നോട്ടിഫിക്കേഷൻ PSC പുറത്തിറക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഒരുപാട് നാളായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് കാത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അല്ലെ. അതായത് ഈ ഒരു പരീക്ഷയുടെ യോഗ്യത എന്തായിരിക്കും, നിലവിലുള്ള യോഗ്യതയിൽ മാറ്റമുണ്ടോ, മാത്രമല്ല ഒരു സൈക്ലിംഗ് ടെസ്റ്റിനെ കുറിച്ച് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. അത് ആർക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും തുടങ്ങിയൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ 2021 നോട്ടിഫിക്കേഷൻ വന്ന് 2024 എന്ത് ചെയ്യാണ്, ഇതിന്റെ റാങ്ക് ലിസ്റ്റ് PSC റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2027 ജനുവരി മാസത്തോടൊക്കെ ആകുമ്പോഴത്തേക്കും, മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, തീരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇനി നമ്മളുടെ മുന്നിൽ കിടക്കുന്നത് 2025 നവംബർ മാസം അല്ലെ. ഒക്ടോബർ ലാസ്റ്റ് നവംബർ 1 കൂടിയിട്ട് PSC എന്ത് ചെയ്യുന്നുണ്ട്, ഒഫീഷ്യലി നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്നാണ് ആദ്യമേ തന്നെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഓൾറെഡി നമുക്ക് നോർമൽ വേരിയസ് LGS ഉണ്ട് അല്ലെ. വേരിയസ് LGS എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് 7ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന, അത് ജില്ലാതല അടിസ്ഥാനത്തിൽ, ഒന്ന് മനസ്സിലാക്കണം, ഓരോ ജില്ലതല അടിസ്ഥാനത്തിലാണ് വേരിയസ് LGS എന്ത് ചെയ്യുന്നത്, പരീക്ഷ നടത്തുന്നത്. കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്ന ഒരു പരീക്ഷയാണെന്നുള്ളത് ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള യോഗ്യത എന്താണ്, 7th സ്റ്റാൻഡേർഡ് ക്വാളിഫൈഡ് ആയിരിക്കണം. ഓക്കെ, 7ാം ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി ആയിരിക്കണം എന്ന് മസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ, PG ഉണ്ടോ, എന്തുണ്ടെങ്കിലും കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കുക, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ധൈര്യമായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, ഏതൊരു ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്കാണെങ്കിലും കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. അത് വേരിയസ് LGS പരീക്ഷയ്ക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലാത്തുള്ളൂ, അപേക്ഷിക്കാൻ പറ്റാത്തതുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നോളജ് ഓഫ് സൈക്ലിംഗ് വുമൻ ആൻഡ് DA കാൻഡിഡേറ്റ്സ് ആർ എക്സംപ്റ്റഡ് ഫ്രം ദി നോളജ് ഓഫ് സൈക്ലിംഗ്. അതായത് നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് സ്ത്രീകൾക്കും അതുപോലെ ഫിസിക്കലി ഇനേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും എന്താണ്, അതിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആണ്. പക്ഷെ സൈക്ലിംഗ് അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലെ. അത് നമുക്ക് ലാസ്റ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു ടെസ്റ്റ് ഉണ്ടാകും. ആ ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് സൈക്കിൾ ചവിട്ടി കാണിച്ചാൽ മാത്രം മതിയാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. അതിനുശേഷം എന്താണ്, നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജ് റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പോകുന്നത്. ഇനി യോഗ്യത എന്ന് പറയുന്നത്, അടുത്തൊരു സംശയം, എത്ര വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ്. എടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷനിലെ ഏജ് ലിമിറ്റ് ആണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം, നോർമലി നമുക്കറിയാം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിയിലെ ആളുകൾക്കാണ് ഈ ഒരു ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, OBC ആണ് എങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരും. അപ്പോൾ 39 വയസ്സ് വരെയാണ് OBC കാറ്റഗറിക്ക് വരുന്നത്. ഇത് നമ്മൾക്ക് OBC കാറ്റഗറിയാണ്. ഇനി നമുക്ക് SC ST ആണ് എങ്കിൽ എന്താണ്, 5 വർഷത്തെ, അതായത് 36 + 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇനി നമ്മൾ ഏജ് നമുക്ക് ഒരു ഇയർ വൈസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കിക്കേ, 2/1/1989 അതുപോലെ തന്നെ 2007 ജനിച്ച ജനറൽ കാറ്റഗറി അല്ലെ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും, ഒരു 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുമ്പോൾ ബാക്കിലേക്ക് പോകും. അപ്പം 1986 അല്ലെ. യെസ്, അപ്പൊ ഈ ഒരു
ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് OBC കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഈ വരുന്ന കമ്പനി ബോർഡ് LGSന്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ തവണ വെച്ച് നോക്കുമ്പോൾ, കഴിഞ്ഞ എക്സാം നോക്കിയാൽ നമുക്ക് എക്സാമിനേഷനിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്തായിരിക്കും പ്രത്യേകത? അതായത് കട്ട് ഓഫ് കൂടും, അതായത് കോമ്പറ്റീഷൻ കൂടും. ഓക്കെ, അപ്പൊ ഒരു 80, 86 ഒക്കെ അല്ല 90 ഒക്കെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി ആളുകൾക്ക് ആദ്യത്തെ റാങ്കിൽ വരുന്നവർക്കൊക്കെ ആ ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റും. ജസ്റ്റ് നമ്മൾ കട്ട് ഓഫ് കടന്നു എന്ന് പറഞ്ഞുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ കമ്പനി ബോർഡ് LGSന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ ജോലിയിൽ പ്രവേശിക്കുന്നതുമായിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് LGSന്റെ കമ്പനി ബോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് നിയമനം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് LGS. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ ഏതൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുത്താലും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ എവിടെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പക്ഷെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസും നമുക്ക് കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഡേ ടൈം ടേബിൾ ആണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു 100 ദിവസത്തിന്റെ ടൈം ടേബിൾ ആണ് കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഡേ 1 നിങ്ങൾക്ക് 3 ഡിഫറെന്റ് ആയിട്ടുള്ള വിഷയങ്ങളും അതിന്റെ PDF നോട്ട്സും അതിന്റെ ടെസ്റ്റുമാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഡേ 1, ഡേ 2, ഡേ 3 നിങ്ങൾക്ക് ഇങ്ങനെ പോകാം. അതുകൂടാതെ ഒരു മാസം നിങ്ങൾ പഠിച്ചത് മുഴുവൻ നിങ്ങൾക്ക് മോക്കായിട്ട് ഒന്നുകൂടെ മെഗാ എക്സാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുകൂടാതെ നമ്മൾ മാത്സിന്റെ സ്പെഷ്യൽ പ്രാക്ടീസ് സെഷൻസ് തരുന്നുണ്ട്. SCRT ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് നമ്മളുടെ ആപ്പ് വഴി നമ്മൾ നൽകുന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ട ഒരു സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ നൽകുന്നുണ്ട്. ഒപ്പം നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട് ഉണ്ട്, ഗ്രൂപ്പ് ആക്ടിവിറ്റി തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ കൃത്യം ഈ 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ വളരെ, അതായത് നമുക്കിനി എക്സാം എന്തായാലും നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 6 മാസം കഴിഞ്ഞ് കിട്ടും. ഈ 100 ദിവസം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്താക്കാം, ഒരു 120 ദിവസത്തേക്കൊക്കെ ഡിവൈഡ് ചെയ്ത് അത് പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒപ്പം നിങ്ങൾ ഈ ഒരു നമ്പറിൽ വിളിച്ച് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അല്ലാത്ത പക്ഷം ജസ്റ്റ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി AZB അക്കാഡമി എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കമ്പനി ബോർഡ് LGSന്റെ കോഴ്സ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത ശേഷം ഈ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ടാലാണ് നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങളുടെ മെന്ററിനെ നമുക്ക് അലോട്ട് ചെയ്ത് തരാനായിട്ട് പറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.